ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഹായ്, എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനായിരിക്കും. കാരണം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ഗംഭീര പുസ്തകത്തെക്കുറിച്ചാണ്. അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ഇസ്ലാമിക സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു ടെക്സ്റ്റാണിത്. അപ്പോ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാൻ ഒരു റോഡ് മാപ്പ് ഫോളോ ചെയ്യാം. ആദ്യം എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് ഒരു വെല്ലുവിളിയാകുന്നത് എന്ന് നോക്കാം. പിന്നെ ഈ പുസ്തകം എഴുതിയ ആളെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതിനുശേഷം പുസ്തകത്തിന്റെ ഘടന, അതിലെ 4 പ്രധാന ഭാഗങ്ങൾ, ഉള്ളടക്കം, അങ്ങനെ പോയി അവസാനം ഒരു നിഗമനത്തിലെത്തും. റെഡിയല്ലേ? ശരി, നമുക്ക് തുടങ്ങാം. നിങ്ങളെപ്പോലെ ഈ വിഷയം പഠിക്കാനിരിക്കുന്ന ഒരാളുടെ മനസ്സിൽ സ്വാഭാവികമായും വരുന്ന ഒരു വലിയ ചോദ്യമുണ്ട്, ഒരു കൺഫ്യൂഷൻ. എന്താണതെന്നല്ലേ? നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്നത് ഒരു മഹാസമുദ്രം പോലെയാണ്, അല്ലേ? അത്രയ്ക്ക് വലുതാണ്. അപ്പോ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരാം. സ്വാഭാവികമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്നോ, അത് നമ്മളെ ഒരാളിലേക്കാണ് എത്തിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ രചയിതാവ് ഷേഖ് അബ്ദുൽ ഹൈ അൽ ഹസനി. അദ്ദേഹം വെറുമൊരു എഴുത്തുകാരനായിരുന്നില്ല, അറിവ് തേടി ഒരുപാട് ദൂരം സഞ്ചരിച്ച ഒരു ഗവേഷകനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് നോക്കിയാല് 1869 റായ്ബറേലിയിൽ ജനിച്ചു. പിന്നീട് 1333 ഹിജ്ര വർഷത്തിൽ ലോകപ്രശസ്തമായ നദ്വത്തുൽ ഉലമയുടെ തലപ്പത്തെത്തി. 1923 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ ഒരു ജീവിത കാലയളവിലാണ് അദ്ദേഹം തന്റെ മാസ്റ്റർപീസ് സംഭാവന ചെയ്തത്. ഇനി പറയാൻ പോകുന്നത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നോട്ട് ചെയ്തോളൂ. അദ്ദേഹത്തിന് ഒരു വിശേഷണമുണ്ടായിരുന്നു, ഇബ്നു ഖല്ലേഖാൻ അൽ ഹിന്ദ്. ആരായിരുന്നു ഇബ്നു ഖല്ലേഖാൻ? പണ്ഡിതന്മാരുടെ ജീവചരിത്രം എഴുതിയ അതിപ്രഗത്ഭനായ ഒരു ചരിത്രകാരൻ. അപ്പോ ഇന്ത്യയുടെ ഇബ്നു ഖല്ലേഖാൻ എന്ന് വിളിക്കുമ്പോൾ അൽ ഹസനിയുടെ പാണ്ഡിത്യം എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ, അല്ലേ? അദ്ദേഹത്തിന്റെ അറിവ് വെറും പുസ്തകത്താളുകളിൽ ഒതുങ്ങിയില്ല. അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. ഡൽഹി, പാനിപ്പത്ത്, ദയൂബന്ദ്, ഈ സ്ഥലങ്ങളിലെല്ലാം പോയി അവിടത്തെ പണ്ഡിതന്മാരുമായി സംസാരിച്ച് നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ യാത്രകളാണ് ഈ പുസ്തകത്തിന് ജീവൻ നൽകുന്നത്. അപ്പോ എന്താണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അദ്ദേഹത്തിന്റെ ആ യാത്രകളുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് ഈ പുസ്തകം. അതുകൊണ്ടുതന്നെ ഇത് വെറുമൊരു പുസ്തകമല്ല, ഇത് നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു മാപ്പാണ്, ഒരു ഗൈഡാണ്. ഇന്ത്യൻ ഇസ്ലാമിക സംസ്കാരത്തെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു വഴികാട്ടി. പുസ്തകത്തെ നിർവചിച്ചിരിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിം നാഗരികതയെയും സംസ്കാരത്തെയും കുറിച്ച് പഠിക്കുന്ന ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള ഒരു ഗൈഡ്. ഈ പുസ്തകത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതും ശ്രദ്ധേയമാണ്: മആരിഫുൽ അവാരിഫ് ഫി അൻവായിൽ ഉലൂം വൽ മആരിഫ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഉദ്ദേശം വ്യക്തമാണ്, അല്ലേ? പലതരം വിജ്ഞാനങ്ങളെയും ശാസ്ത്രങ്ങളെയും കുറിച്ച് അറിവ് നൽകുക എന്നത് തന്നെ. പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ അൽ ഹസനി ഒരു വലിയ ക്യാൻവാസ് ഒരുക്കുകയാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതികൾ എങ്ങനെയായിരുന്നു? അറേബ്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും വന്ന സ്വാധീനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏതൊക്കെ പണ്ഡിതന്മാരും കവികളുമാണ് ഇവിടത്തെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയത്? ഇതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പുസ്തകത്തിന്റെ പ്രധാന ഘടനയിലേക്കാണ് കടക്കുന്നത്. ഇത് എക്സാമിന് ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്, അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക. പുസ്തകത്തെ പ്രധാനമായും 4 ബാബുകൾ അഥവാ അധ്യായങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ടേബിൾ നോക്കിയാൽ സംഭവം വളരെ ക്ലിയറാവും. ആദ്യത്തെ ബാബ് അഥവാ ചാപ്റ്റർ അറബിക് സയൻസസിനെക്കുറിച്ചാണ്, അതിൽ 9 ഭാഗങ്ങളുണ്ട്. രണ്ടാമത്തെ ബാബ് ഇസ്ലാമിക ശാസ്ത്രങ്ങളെക്കുറിച്ചാണ്, അതിൽ 7 ഭാഗങ്ങളുണ്ട്. മൂന്നാമത്തേത് യുക്തിചിന്തയുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങൾ, അതിൽ 6 ഭാഗങ്ങൾ. നാലാമത്തെയും അവസാനത്തെയും ബാബ് കവിതയെയും കവികളെയും കുറിച്ചാണ്, അതിൽ 4 ഭാഗങ്ങൾ. ഈയൊരു സ്ട്രക്ചർ മനസ്സിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. ശരി,
ഇനി നമുക്ക് ഓരോ ബാബിലും എന്തൊക്കെയാണുള്ളതെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റെഡിയല്ലേ? ആദ്യത്തെ ബാബ് ഞാൻ പറഞ്ഞ പോലെ അറബിക് സയൻസസ് ആണ്. ഇതിലെ എന്തൊക്കെയുണ്ട്? അറബി വ്യാകരണമായ നഹ്വ്, സർഫ് എന്നിവ മുതൽ സാഹിത്യം, ചരിത്രം, ഭൂമിശാസ്ത്രം വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് പാക്കേജാണെന്ന് പറയാം. രണ്ടാമത്തെ ബാബ് ഫോക്കസ് ചെയ്യുന്നത് ഇസ്ലാമിക് സയൻസുകളിലാണ്. പ്രധാനമായും ഫിഖ്, അതായത് കർമ്മശാസ്ത്രം, പിന്നെ ഉസൂലുൽ ഫിഖ്, അതായത് കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ. ഇവയൊക്കെയാണ് ഇതിലെ പ്രധാന വിഷയങ്ങൾ. അടുത്തത് മൂന്നാമത്തെ ബാബ് റാഷണൽ സയൻസസ് അഥവാ യുക്തിപരമായ ശാസ്ത്രങ്ങളാണ്. ഇതിൽ ലോജിക്, പിന്നെ സംവാദം നടത്തുന്നതിന്റെ മര്യാദകളും രീതികളും അങ്ങനെയുള്ള വിഷയങ്ങളാണ് വരുന്നത്. നാലാമത്തെയും അവസാനത്തെയും ബാബ് കവിതയുടെ ലോകമാണ്. പേർഷ്യൻ കവിതകൾ, ഉർദു കവിതകൾ, അതുപോലെ ഇന്ത്യയിലെ മറ്റു പ്രാദേശിക കവിതകൾ, ഇതിനെക്കുറിച്ചെല്ലാം വളരെ മനോഹരമായി ഇതിൽ വിവരിക്കുന്നുണ്ട്. പുസ്തകത്തിന്റെ അവസാനം ഒരു ബോണസ് കൂടിയുണ്ട്, ഒരു അനുബന്ധം. അതിൽ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ റിസർച്ചിന് ഇത് വലിയൊരു സഹായമാകും, ഉറപ്പാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു സാധാരണ പുസ്തകമല്ല. എവിടുന്നോ കോപ്പിയടിച്ച വിവരങ്ങൾ മാത്രമല്ല ഇതിലുള്ളത്. മറിച്ച് ഇത് എഴുതിയ ആളുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ യാത്രകളിൽ നിന്നും രൂപപ്പെട്ട ഒരു ഗൈഡാണ്. അടുത്ത തലമുറയിലെ ഗവേഷകർക്ക് ഒരു വഴികാട്ടിയായിരിക്കണം എന്ന ഉദ്ദേശത്തോടെ എഴുതിയത്. രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1958 എഴുതിത്തീർന്ന ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് 1983 അതായത് ഏകദേശം 25 വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ടും അതിന്റെ പ്രസക്തിക്കൊരു കുറവും വന്നില്ല. അതുതന്നെയാണ് ഈ പുസ്തകത്തിന്റെ മഹത്വം. അപ്പോ ഷെയ്ഖ് അബ്ദുൽ ഹൈ അൽ ഹസനി നമുക്കുവേണ്ടി വരച്ചു തന്ന ഈ വിജ്ഞാനത്തിന്റെ ഭൂപടത്തിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്തു. ഇനി എന്റെ അവസാനത്തെ ചോദ്യം അത് നിങ്ങളോടാണ്. ഈ വലിയ ഭൂപടം ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതിലെ ഏതു വഴിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്? നിങ്ങളുടെ ഗവേഷണയാത്ര നിങ്ങൾ എവിടെ നിന്നായിരിക്കും തുടങ്ങാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.